ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പം നാളെ 2026 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഇങ്ങനെ വർഷം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിപ്പുള്ളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ അറിയണില്ല. എങ്ങനെ ഉണ്ടായിരുന്നു, നല്ലതാണോ പൊട്ടിയാണോ, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ വർഷം പോയെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ എല്ലാവരും ജനുവരി അല്ല 2026 റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തോ. ഞാൻ കഴിഞ്ഞൊരു അങ്ങനെ റെസൊല്യൂഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കൊല്ലം വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എന്നാലും ഇക്കൊല്ലം കുറച്ച് മാറ്റങ്ങൾ വരുത്തണമൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേഴ്സണലായി എടുത്ത് ഭയങ്കര സങ്കടപ്പെടുന്ന ആളാണ്. അപ്പം അത് എന്തിനാ അങ്ങനെ എടുക്കണേ, ലീവ് ഇറ്റ്, കുഴപ്പമില്ല, എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ട് കളയുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവണം എന്നൊക്കെ വിചാരിക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും എൻ്റെ സമാധാനത്തിനും വേണ്ടി ജീവിക്കാനാണ് വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഹാപ്പിയുള്ള ചെയ്യുക, സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഹാപ്പിനെസ് മാറ്റി വെക്കാറുണ്ടല്ലോ. അതൊന്നും ചെയ്യാതെ നമ്മളെ ഹാപ്പിയുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കണ്ടേ. എത്രത്തോളം സക്സസ് ആവും എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് പോകെ പോകെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതാ രാവിലെ എണീറ്റ് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടാ. എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് കർട്ടൻസൊക്കെ മാറ്റി ആ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് എൻ്റെ രാവിലത്തെ മൂഡിന് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ട്, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ. കാരണം നോർമലി ഞാൻ വിൻ്റർ സീസണിൽ അങ്ങനെ മടിപ്പിച്ച് ഇങ്ങനെ കിടക്കുന്ന ആളാണ്. പക്ഷേ ഇത് ജനലൊക്കെ തുറന്ന് പുറത്തത്തെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ഭയങ്കര ഉന്മേഷം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. നാട്ടിലാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും, ഇങ്ങനെ പുല്ലൊക്കെ നോക്കിയിരിക്കും. ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല കാറ്റടിക്കുമ്പോൾ മോട്ടിവേഷൻ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ, ഒരു റിഫ്രഷിങ് ഫീലാണ്. മറ്റേത് ഇങ്ങനെ രാവിലെ എണീച്ചിങ്ങനെ ഒന്നും കറക്റ്റൊന്നും തുറക്കാണ്ട് തണവാണെന്ന് വിചാരിച്ചിങ്ങനെ മൂടി പിടിച്ച് കിടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ തൊട്ട് രാവിലെ തന്നെ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ, രാവിലത്തെ കലാപരിപാടിയിലേക്ക് കിടക്കാം. കിച്ചണിൽ ഇത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്ക്രബ്ബറും സാധനങ്ങളൊക്കെ മേലെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ കുറച്ചുകൂടി തൂക്കിയിടാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ മേലെ തൂക്കിയിട്ടിട്ട് വീഴേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ. അപ്പോൾ അതാ ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ദോശമാവ് പിന്നെ ഇവിടെ സ്റ്റോക്കാണല്ലോ. ഐബൂന് ദോശ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഭൂരിയും. എനിക്കിങ്ങനെ മൊരിപ്പുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ളൂ. ഈ വെള്ളപ്പം വീട്ടിലൊക്കെ കൊടുത്തപ്പോൾ വലിച്ചെറിയാണ്. ഇത് വേറെ എന്തെങ്കിലും കൊടുത്തതാക്കണം എന്നുണ്ട്, എത്രത്തോളം ഇതാവും അറിയില്ല. അപ്പോൾ ഞാനെന്തായാലും ഇക്ക് വേണ്ടിയിട്ട് ദോശപ്പം ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് ബാറ്ററൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കാം. അവനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവന് പഴം എന്താ വെച്ചാൽ നോക്കിയിട്ട് മേടിച്ചതിന് ശേഷം ചെയ്യുക. ഇങ്ങനെ ദോശ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ വന്ന് ആ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്നൊരു മണം ഉണ്ടല്ലോ, ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ നെയ്യ് ഒഴിക്കുന്ന ബ്രഷ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണ ബ്രഷ് മിസ്സായി. അപ്പോൾ പിന്നെ ഇങ്ങനെ നെയ്യ് ഒഴിക്കുക ചെയ്യും. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അങ്ങനെ ആ ഒരു ഫീല് കിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ആ ബ്രഷ് മേടിക്കണം. അത് ഇന്ത്യയിൽ നിന്ന് തന്നെ മിസ്സായതാട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ഞാൻ പറയണില്ല. നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മളിൽ നിന്ന് തന്നെ മിസ്സാവുമ്പോൾ. പിന്നെ നമുക്ക് നല്ല ദോശ, ബീഫ് കറിയും ഇഷ്ടു ആയിട്ടുള്ളത്. ഇഷ്ടു പിന്നെ ഞാൻ നോർമലി ദോശയൊക്കെ ഒന്നെങ്കിൽ ഇഷ്ടു ആക്കും, ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തി ആക്കും, ഇടയ്ക്ക് ഇങ്ങനെ ചട്നി ആക്കാറുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ തേങ്ങ ഉണ്ടായിരുന്നില്ല.
എപ്പോഴും തന്നെ എന്തേലും ഗ്രോസറി മേടിക്കാൻ പോകുമ്പോൾ മറക്കും, എഴുതി വെച്ചാലും മറക്കും. തേങ്ങ പ്രാവശ്യം എഴുതി വെച്ചിട്ട് മറന്ന്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഞാൻ സമാധാനമായിട്ട് ടി വിയിൽ ഏതോ ഒരു സ്പാനിഷ് മസാല തോന്നുന്നുണ്ട്, പടമൊക്കെ കണ്ടിട്ട് അങ്ങനെ തിന്നായിരിക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ദോശയ്ക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി, അങ്ങനെ നോൺ വെജിൻ്റെ കോമ്പിനേഷൻ ഉമ്മ പഠിപ്പിച്ചു തന്നാ കേട്ടോ. അത് പ്രത്യേക ടേസ്റ്റ്. നിങ്ങൾ തിന്നോക്കാത്തതിനും തിന്നോക്കട്ടെ. ഒരിക്കൽ ഷാമിയൊക്കെ ഇതുപോലെ പൊറാട്ടയും ബീഫ് ഷാമിയൊക്കെ പൊറാട്ടയും തിന്നിട്ട് ഇന്ന് ഞാൻ ദോശ കൊടുത്തപ്പോൾ ഷാമിയൊക്കെ ഓരോ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ചെയ്തിട്ടാ. അത് നല്ല ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ ബീഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബീഫ് തിന്നാൻ തോന്നിയിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടേ കൊടുന്ന് ബീഫൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഞാൻ ചൊരിക്കേണ്ട ഇന്ത്യൻ ബീഫ് മേടിച്ചു. എൻ്റെ മക്കൾ ഇന്ത്യൻ ബീഫ് മേടിച്ച ഒരുമാതിരി ഒരു ടേസ്റ്റുള്ള ഇന്ത്യൻ ബീഫ്. കറി വെച്ചിട്ടൊന്നും ഒരു ഫ്ലേവർ പിടിക്കാത്ത പോലെ ആകെ ഇങ്ങനെ പ്രാന്ത് പിടിച്ച്. അപ്പോൾ ഇത് നമ്മൾ അവിടെ തന്നെ ഫുർജാനിൽ കിങ് പ്ലാസ എന്നിട്ടൊരു കട ഉണ്ട്. അവിടുത്തെ ബീഫ് കറി ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു 10 റിയാൽ എത്ര കൊണ്ടാണ്. പെടക്ക് ഇതുപോലെ ബീഫ് തിന്നാൻ തോന്നുമ്പോൾ മേടിക്കൂട്ടാ. അങ്ങനെ അത് മേടിച്ചേണ്ടായിരുന്നതാ. അതിൻ്റെ തലേദിവസമാണ് മേടിച്ചത്, കോർമലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് ചൂടാക്കി ഞാൻ ദോശയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇനി ബീഫ് ഫ്രോസൻ്റെ ഇവിടെ ഏതോ ലുലുവിൻ്റെ ബ്രാൻഡ് നല്ലതാണെന്നൊക്കെ എൻ്റെ കസിനും പിന്നെ വീഡിയോയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിരുന്നു. ഞാൻ അത് മേടിച്ച് നോക്കണം വിചാരിക്കുന്നുണ്ട്. ഞാൻ അത് മേടിച്ച് ഉണ്ടാക്കി നോക്കട്ടെ, എത്രത്തോളം നല്ലതാവുമെന്ന് അറിയില്ല. ഇന്ത്യൻ ബീഫൊന്നും ഒരു ടേസ്റ്റില്ല. ഇനി പാകിസ്ഥാനി ബീഫ് ആണ് നിങ്ങൾ മേടിക്കാറ്? ഇവിടെ ഉള്ളവർ, ഖത്തറിലുള്ളവർ എന്ത് ബീഫാണ് ഇവിടുന്ന് മേടിക്കാറ് എന്നുള്ളത് എനിക്കൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കട്ടെ. അപ്പം എനിക്ക് ആ ബീഫ് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നിങ്ങൾ കുറേ ആയിട്ട് ഇവിടെ നിന്നോരാവും, നിങ്ങൾക്ക് അറിയാലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പൊന്നിച്ച. അമ്മ എടുക്കണ എന്തായാലും മുടി ഇങ്ങനെ. ഗുഡ് മോർണിംഗ് തന്നെ. സുഖല്ലേ? എന്ത് സുഖണ്ട? അവിടെ നിൽക്കുമ്പോ എന്ത് സുഖല്ലേ? വീഴോ? എവിടെ വീണു നോക്കടെ? എവിടെ വീഴോ? ഇതെന്ത് കളിയാ? എനിമൽസ്. ഇതൊക്കെ എന്താ കയ്യിലുള്ളത്? എന്താ പറഞ്ഞേ? ഡോഗി. പിന്നെ പിന്നെന്താ? പിന്നെന്താ ഈ കയ്യിലെന്താ? എന്താ? ലയൺ. ഇതെന്താ? ഈ കിടക്കണത് ഇംഗ്ലീഷ് എന്താ? എലിഫന്റ്. ഓക്കെ, കളിച്ചോട്ടാ. റൂമിലുണ്ടാവട്ടാ. പുറത്ത് ചാടിയാ? കോവക്കുപ്പേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മളങ്ങനെ കോവക്ക ഇവിടെ മേടിക്കാറില്ല. എൻ്റെ വീട്ടിലും ഞാനങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ ഷൊർണൂർ ഞാൻ ഉപ്പേരി വെച്ചിട്ട് കണ്ടിരുന്നു. പക്ഷെ ഞാൻ അതുവരെ അങ്ങനെ ടേസ്റ്റ് ഒക്കെ നിന്നിട്ടില്ല. എനിക്ക് വേണ്ട എന്നുള്ള ഫീലിലായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടും മാത്രമായിട്ടൊക്കെ ഇങ്ങനെ
അപ്പോൾ കോവക്ക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മേടിച്ച് നോക്കാമല്ലേ. പക്ഷേ അമ്മയൊക്കെ പറഞ്ഞു അമ്മയൊക്കെ കഴിക്കും മേടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയില്ല. സാധാ പോലെയാണോ അതോ ഇനി കുത്തുമുളക് ഇട്ടിട്ടാണോ വെക്കണതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ നമ്മൾ സാധാ വെണ്ടക്കുപ്പേരിയൊക്കെ വെക്കണ പോലെ ക്യാരറ്റൊക്കെ വെക്കണ ഉള്ളിയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ ഇട്ടിട്ട് എന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇക്കനെ ചിരി വരിക. ഞാൻ കോവക്ക ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോഴേ ഇക്കനെ അതിശയം. ഞാൻ ഇതുവരെ തിന്നിട്ടില്ലേ. ആൾക്കാർ കേൾക്കുമ്പോൾ ചോദിക്കേ ഇതുവരെ ഞാൻ അതുപോലെ കോവക്ക തിന്നിട്ടില്ല. അതുപോലെ വേറെ എന്തൊക്കെ ചില വെജിറ്റബിൾസ് ഇതിനകത്തൊക്കെ ഉണ്ട്. വേസ്റ്റൊക്കെ കൊണ്ടിട്ട് വന്ന് നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഈ സമയത്ത് തുണികൾ ഉള്ളത് എടുത്ത് എന്തായാലും ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഐബൂന് കുറച്ച് തുണികൾ ഇടാനുണ്ട്. ഇപ്പോൾ ഈ വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. പക്ഷെ ഒരു വെയിലുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഈ സമയത്തൊന്നും തുണികൾ ഇടാനും എടുക്കാനൊന്നും വരാറില്ല കേട്ടോ. പക്ഷേ ഈ സമയത്ത് എന്താ വെച്ചാൽ വെയിലുണ്ട്, പക്ഷെ നമുക്ക് ചൂടങ്ങനെ തോന്നുന്നില്ല. നമ്മൾ ബോഡിക്കും ചൂട് എഫക്റ്റ് ചെയ്യണ പോലെ വെയിൽ അവിടെ ഉണ്ടെന്നാലും അതുപോലെ സുഖമുള്ളതായിരുന്നു. അങ്ങനെ ചൂടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഐബൂൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെയിലത്ത് എന്തായാലും ഇട്ട് കഴിഞ്ഞ് വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അതുണ്ട്. മറ്റേത് ഈ തണവായതുകൊണ്ടേ രാത്രിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം പിടിക്കുന്നുണ്ട് ഉണങ്ങി കിട്ടാൻ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിൽ കാണാണ്ട് ചൂടും കുറച്ച് കുറവുണ്ട് കേട്ടോ കത്തിൽ 2 ദിവസമായിട്ട്. പക്ഷേ ഇനി അടുത്ത ആഴ്ച മുതൽ നല്ല വീണ്ടും ബാക്ക് ടു തണുവ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളന്ന് ആ മഴ പെയ്ത് 2 ദിവസം നല്ല തണുവുണ്ടായിരുന്നല്ലോ, ആ ഒരു തണുവിൻ്റെ എഫക്റ്റൊക്കെ ഇപ്പോൾ പോയേക്കണ്. ഇപ്പോൾ 2 ദിവസം ഞങ്ങൾ മിഞ്ഞാന്നൊക്കെ പുറത്ത് ഇറങ്ങി ഇപ്പോൾ ഒന്നും അത്ര തണവൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ശ്യാമയൊക്കെ പറഞ്ഞ് അടുത്ത ആഴ്ച മുതൽ നല്ല തണുവ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എങ്ങനെ മീൻ മേടിക്കാൻ പോയാലും ചെമ്മീനിക്ക് എത്തിപ്പെടുന്നുള്ള അവസ്ഥയാണ് ഞങ്ങളെ വീട്ടിലിട്ടാ. ഇത് ഇന്നും ചെമ്മീൻ തന്നെ ശ്യാമയൊക്കെ ഡ്യൂട്ടി ആയിട്ട് വരുമ്പോൾ മേടിച്ചു കൊണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ വേഗം അത് ശ്യാമയൊക്കെ എന്നെ ക്ലീനാക്കി തന്ന്. അപ്പോൾ ഞാൻ വേഗം മസാല പുരട്ടി എടുത്തേക്കാൻ നോക്ക്. എങ്ങനെയാണോ ചെമ്മീൻ അവിടെ കൂടുതൽ നമ്മൾ ഇപ്രാവശ്യം മേടിച്ചുള്ളത്. ഒന്നെങ്കിൽ അത് പൊരിക്കും, അല്ലെങ്കിൽ അതിനൊരു ബിരിയാണിയൊക്കെ റോസ്റ്റ് ആക്കും. എങ്ങനെ തിരിഞ്ഞ് പിടിച്ചാലും വേറെ എന്ത് മീൻ മേടിക്കാൻ പോയാലും നല്ല ചെമ്മീനാണ് ഇത് കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെമ്മീനിക്ക് തന്നെ ഇതാവുക. ഐബൂനും നല്ല ഇഷ്ടമായിട്ട് ഇപ്പോൾ ചെമ്മീൻ നമ്മൾ തിന്ന് നല്ല കുട്ടികൾ തിന്നാന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് 2 ആൾക്കും ഇഷ്ടം, ഐബൂനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വേഗം മസാല പരട്ടിയൊക്കെ സാധാ നമ്മൾ വെണ്ടക്കുപ്പേരും ക്യാരറ്റൊക്കെ വെക്കണ പോലെ തന്നെ കോവയ്ക്കും. അപ്പോൾ അത് അവിടെ ആക്കാൻ വെച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് അവിടെ മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ രസത്തേക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒന്ന് തോല് കളഞ്ഞൊക്കെ ഇട്ടാം. എൻ്റെ മേമി നല്ല പോലെ രസം ഉണ്ടാക്കും. സജിമേമിക്കും മേമിയുടെ രസം ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ രസമൊക്കെ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ മേമിയോട് മേമി ഉണ്ടാക്കുന്ന രസം ചോദിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ മേമി ഉണ്ടാക്കുന്ന രസത്തിൽ എന്താ വെച്ചാൽ വെളുത്തുള്ളി ഇതുപോലെ ഒരു 4-5 അള്ളി മല്ലി, പിന്നെ കുരുമുളകും നല്ല ജീരകം കുറച്ചിടുക. അത് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സിയിലെടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ചിലർ ഓരോരുത്തരും ഓരോ ഷൊർണ്ണൂർ ഉമ്മ ചുവന്നുള്ളി ഇടണ കാണാം രസത്തിൽ. ചുവന്നുള്ളിയോടും കൂടി ഇട്ടിട്ട് അരക്കണമാണ്. ഇവിടെ ഇത് മേമിയുടെ റെസിപ്പിയാണ് മേമി. അപ്പോൾ ഞാൻ മേമി റെസിപ്പിയാണ് ഫോളോ ചെയ്യാറിട്ടൊക്കെ. ആ രസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാനിതുപോലെ ആദ്യം രസം ഉണ്ടാക്കിയപ്പോൾ അത്ര നന്നായിരുന്നില്ല. ഇപ്പം ഉണ്ടാക്കിയിട്ട് സെറ്റ്. നിങ്ങളെങ്ങനെ രസം ഉണ്ടാക്കാമെന്ന് പറയട്ടോ.
അങ്ങനെ നമ്മൾ സാധാ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണക്കമുളക് ഒന്ന് പൊട്ടിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ അരപ്പൊഴിക്കുക. എന്നിട്ട് തക്കാളി ഒരു പകുതി ഇട്ടോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുറിച്ചിട്ട് ഞാൻ ഇവിടെ അടിച്ചിട്ട് ഒഴിക്കുക ചെയ്തത്. എന്നിട്ട് പിന്നെ പുളി ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒഴിക്കുക. ഇക്കും ചാമയൊക്കെ നല്ല രസത്തിൽ നല്ലോണം പുളി വേണം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം പുളി ഒഴിക്കും കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല, കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിൽ എരിവുണ്ടാവുമല്ലോ ഉണക്കമുളകിൻ്റെ. പിന്നെ രസപ്പൊടി ഇല്ലാത്തവരുണ്ടെങ്കിൽ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടാലും മതി, അല്ലെങ്കിൽ രസപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കായപ്പൊടി ഇടണം, ഇന്ത്യയിൽ കായപ്പൊടി ഇല്ല. എന്നിട്ട് പിന്നെ മല്ലിച്ചപ്പ് ഇടുക. മല്ലിച്ചപ്പിൽ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. മല്ലിച്ചപ്പ് എന്തായാലും മസ്റ്റായിട്ട് ഇടണേ, അത് മറക്കാണ്ട് ഇടണ ഒരു സ്റ്റെപ്പാണ്. ഉപ്പ് പിന്നെ പറയണേ, ഉപ്പ് ഇടണേ. എന്തിനെനിക്ക് ചെമ്മീൻ പൊരിക്കട്ടാ? ഒരു മിനിറ്റ്. ചെമ്മീൻ കുട്ടനാണ് ഇവിടെ. ഏകദേശം ആയി തോന്നുന്നു, ഇത് തന്നെയാണോ അറിയില്ല. എന്ത്? ചെമ്മീനാവട്ടെ. എന്താ വേണ്ട എനിക്ക്? ചെമ്മീനാ ഇഷ്ട? കൊറേ ഇഷ്ട? ചോറ് കഴിച്ചേ? നോ ചോർ? പിന്നെ ചെമ്മീൻ മാത്ര? ഓക്കെ, ഗോ ആൻഡ് സിറ്റ്. കോവക്കപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ അതുപോലെ അവിടെ രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ചെമ്മീൻ കൊതി അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇതാ തിന്നിട്ട് വയലുണ്ട്. തിന്നടാ. പിന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് ചെയ്ത ചെമ്മീന്, രസം, കോവക്കുപ്പേരി. കോവക്ക നല്ല ടേസ്റ്റ് നിന്നിട്ടാ. ഞാൻ ഇത്തിരി ആദ്യത്തെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്കിഷ്ടമായി. നല്ല ടേസ്റ്റ്, ഒരു പുളിയുടെ ആ ഒരു ഇതും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശ്യാമയൊക്കെ പറയുന്നുണ്ട് ഒന്നും കൂടി ഇഷ്ടമായി ശ്യാമയൊക്കെ, പക്ഷെ ഒന്നും കൂടി മൊരിപ്പിക്കണേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളിത് ഉച്ചയ്ക്ക് ഏതോ ഒരു അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവി ഉണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കട്ടാ. നല്ല മൂവി ആട്ടോ, ഒക്കെ ഇഷ്ടമായി, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഇങ്ങനെ ഉച്ചക്ക് ഒരു മണിക്കൂർ മൂവി കാണും, അതിൻ്റെ ബാക്കി രാത്രി 1 മണിക്കൂർ കാണും. അങ്ങനെയാണ് ഇപ്പോൾ കുറേ സൈഡ് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സീരീസ് ആ മൂവി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് കാണില്ല. 1 മണിക്കൂർ അങ്ങനെ 1 മണിക്കൂർ രാത്രി അങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. മൂവി കാണാനിരുന്നുകൊണ്ട് എന്നെ നോക്ക്, പാത്രങ്ങൾ കുറേ ഉണ്ട്, അപ്പം കഴുകില്ല. വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് മൂവി കാണാനുള്ള പ്ലാനിലായതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇനിയായിട്ട് അപ്പം കഴുകിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി കിടക്കും. അപ്പോൾ ലാസ്റ്റ് കഴുകാൻ എന്തൊരു മടിയെന്ന്, കഴുകാൻ നല്ല മടി ഉണ്ടെന്ന്. പിന്നെ വേറെ രക്ഷയില്ല, നമ്മൾ തന്നെ കഴുകണ്ടേ. ചില സമയത്ത് രാത്രി ഇതുപോലെ ശ്യാമയൊക്കെ ഇടയ്ക്ക് കഴുകി തരാറുണ്ട് കേട്ടോ. ഉച്ചക്ക് പിന്നെ ശ്യാമയൊക്കെ ഡ്യൂട്ടിക്ക് കഴിഞ്ഞു നല്ല ഉറക്കത്തിൻ്റെ ഇതുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞിട്ട് വേണം ഐബൂനെ ഉറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ക്രബ്ബറിൻ്റെ മേലെ ആ ഒരു പുതിയ സാധനത്തിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഇതുണ്ടിട്ട് അവിടെ നിർത്തി, ഇല്ലെങ്കിൽ ഇതിൽ തന്നെ വെക്കുമ്പോൾ ആകെ സോപ്പിൻ്റെ ഒക്കെ ആയിട്ട് ഒരു ഇതുണ്ടെന്നില്ല. പക്ഷെ അമ്മയൊക്കെ അത് ഇന്നലെ ഫിറ്റ് ചെയ്തിരുന്നതാണ്. പിന്നെ മറ്റേതൊക്കെ സെപ്പറേറ്റ് വെച്ചുകൊണ്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. തേങ്ങണ്ടാ ഉറങ്ങാൻ കൊണ്ടുവച്ച ആള് വേഗം ഒന്ന് ഉറങ്ങി ചേക്ക അല്ലേ? ഇങ്ങോട്ട് കാറ്റെങ്ങനെയുണ്ട്? ഹായ്, നല്ല കാറ്റിലായി പോ. കാറ്റെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കുളിക്കാനൊന്നും പറ്റിയില്ല. ഈ ചെക്കൻ വേഗം എണീച്ച് ഇപ്പം മാഗി എന്നിട്ട് ഇനി കുളിക്കാൻ വിചാരിച്ചു അല്ലേ ഇപ്പോ? എടാ മാഗി എവിടെ ഇപ്പോ? തിന്ന്. ചൂടുണ്ടോ?
വായക്കൊക്കെ ഒത്തിരി എടുത്ത് വായക്കൊക്കെ കളിക്കാനല്ലാട്ട് മാഗി തന്നേക്കണേ തിന്നാട് കളിക്കും ഒരിൻ്റെ അടുത്ത് വായിക്ക് വെക്ക് തിന്നാട് കളിക്കാനാ ചിന്തേന്ന് എന്താണ്ടാവാ ഒന്ന് വായക്ക് വെച്ച് നോക്ക് എങ്ങനെയുണ്ട് ചൂണ്ടാ ബൂസ്റ്റ് കുടിക്കൂലേ കുറച്ച് കഴിഞ്ഞാ ബൂസ്റ്റ് കുടിക്കൂലേ ബൂസ്റ്റ് കുടിക്കണം കേട്ടാ മാഗി ഇത്തിരി തിന്നാ മതി അങ്ങനെ ഒരു മാഗിയൊക്കെ തിന്നിട്ട് ഇതാ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ആട്ടെ തനി മലയാളി അപ്പോൾ അവൾ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക ഇത് കുളിക്കണം എന്നുണ്ട് കുറേ നേരം കുളിക്കാൻ വേണ്ടി ഇനി എണിക്കണം ഇനി ഐബുവിൻ്റെ ഇത് ഒതുക്കിയിട്ട് വേണമെന്ന് പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐബുവിന് ബൂസ്റ്റ് കുടിക്കാനുള്ള സമയമായി ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോകാറുണ്ട് പക്ഷെ ഭയങ്കര കാറ്റിൽ പോയാലേ ചിലപ്പോൾ എന്ത് പേടി കാറ്റില്ലേ നല്ലോണം ബൂസ്റ്റ് കുടിക്കും ചൂടൊന്നുമില്ല കുടിച്ചേ ഇല്ല ഞാൻ ചൂടാറ്റിയതാ കൊഞ്ചല്ലേ കുടിക്ക് വേഗം കുടിക്ക് എരിവൊന്നുമില്ല ബൂസ്റ്റിൽ എരിവാ മധുരയിലെ എരിവാ കൊഞ്ചല്ലേ നല്ല കാറ്റില്ലേ എന്നാ കൂട്ടി എപ്പോഴും എടുക്കുക എന്നും വൈകിട്ടാകുമ്പോൾ ഒരു ഗ്ലാസ് ബൂസ്റ്റ് ഇങ്ങനെ കുടിപ്പിക്കൂട്ടുക കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒന്നും കറക്റ്റ് അല്ലല്ലോ അപ്പോൾ പാലെങ്കിലും ഒന്ന് ദേഹത്ത് കയറിയിട്ട് വിറ്റാമിൻ കാൽഷ്യമൊക്കെ കിട്ടിക്കോട്ടെ വെച്ച് എങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിക്കും അപ്പോൾ ഒന്നെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് അവനക്ക് ഇഷ്ടമാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കൊടുത്താൽ കുഴപ്പമില്ല പക്ഷെ ഇന്ന് നോക്കുമ്പോൾ നല്ല കാറ്റത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വിചാരിച്ചിട്ട് അങ്ങനെ കുടിക്കട്ടെ അപ്പം അങ്ങനെ ഇനി അവൻ്റെ ചോറൊക്കെ ഇതുപോലെ ഇതാക്കി പഠിപ്പിക്കണം കാൽഷ്യം പ്രോട്ടീൻ എല്ലാം വേണമല്ലോ കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെ ബൂസ്റ്റ് കുടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് വീഡിയോ ആവും ഈ വർഷത്തെ അടുത്ത വർഷം ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ കൂടുതൽ ആൾക്കാർ കത്തിൽ വന്നതിന് ശേഷം വീഡിയോസൊക്കെ ഇട്ടത് കൂടുതൽ ആൾക്കാരെ അറിയാനും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ നല്ലത് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞാൻ അടുത്ത വർഷം ഇതുപോലെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ അറിയാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ കമൻസൊക്കെ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലല്ലാണ്ട് തന്നെ യൂട്യൂബിലും വന്ന് കമൻസൊക്കെ ആയിട്ട് അറിയിക്കുക കേട്ടോ ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് മറ്റേ ഫുർജാനുള്ള ആൾക്കാർ പറയുന്നുണ്ട് നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാന്നൊക്കെ ഇൻഷാ നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാനൊക്കെ അള്ളാഹു ഹൈറാക്കട്ടെ അപ്പോൾ അടുത്ത വർഷങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും നല്ല വർഷമാവട്ടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ സമാധാനമുള്ള വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം വ്ളോഗ്സൊക്കെ ഇഷ്ടമാണ് കമൻറ്റ്സ് അറിയിക്കുക ടെറ്റ ബൈ സീ യു